ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ പേര ഇനത്തെ പരിചയപ്പെടുത്തുവാണ്. നമ്മൾ ഓൾറെഡി ഇത് കുഞ്ഞായിരുന്നപ്പോൾ കാണിച്ചിട്ടുണ്ട്. വെറിഗേറ്റഡ് ഇനം പേരയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്കമാലിയിലുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളയും പച്ചയും നിറമായിരിക്കും എന്നുള്ളതാണ്. പേരയ്ക്കയും അതേപോലെ തന്നെ വെള്ളയും പച്ചയും ഒരു വെറിഗേഷനുള്ള രീതിയിലുള്ള പേരയ്ക്കയായിരിക്കും. അടിപൊളി ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആട്ടും കാഷ്ടം പൊടിച്ചത്, അതേപോലെയുള്ള വളങ്ങൾ, ജൈവ വളങ്ങൾ മാത്രം കൊടുത്താൽ മതി. പിന്നെ പേരയ്ക്കുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം ഉണ്ടാവണം. അതേപോലെ തന്നെ ഫംഗസിൻ്റെ പ്രശ്നം വന്ന് ഈ കൂമ്പലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, ഇതെന്താണ്, കീടമാണോ? അപ്പോൾ മിക്കവാറും അത് ഫംഗസ് ആയിരിക്കും. അപ്പോൾ ഈ കൂമ്പലകൾ കരിഞ്ഞു പോകുക, അതൊരു കരിച്ചിൽ, ഒരു ഇരുമ്പിൻ്റെ കളറൊക്കെ ആവും. കീടങ്ങൾ നീരൂറ്റി കുടിച്ചിട്ടും അതേപോലെ വരാം കേട്ടോ. ഇതിപ്പോൾ ആ രീതിയിൽ വന്നതാണ്. മറ്റേതാണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കളർ, തുരുമ്പിൻ്റെ കളർ എന്ന് പറയില്ലേ, ആ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫംഗസ് ആയിരിക്കും. ഇത് കീടങ്ങളുടെ ആക്രമണമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി ഉപയോഗിക്കുക. അപ്പോൾ അതേ നമ്മളിങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഈ വെറിഗേറ്റഡ് പ്ലാന്റ് ആണെങ്കിലും ഇതിൽ ചില ഭാഗത്തായിട്ട് വെറിഗേഷൻ ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതിലൊട്ടും വെറിഗേഷൻ ഇല്ല. പക്ഷേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് രണ്ട് പ്ലാന്റിൻ്റെ കോമ്പിനേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടോയെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഇല കണ്ടോ, വെറിഗേറ്റഡ് ആയിട്ടുള്ള ഇലയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, രണ്ട് രീതിയിലുള്ള മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വെറിഗേറ്റഡ് പേര നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര വർഷമായിപ്പോൾ കായ്ച്ചു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കായ്ക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.